പിന്നെ തന്റെ സാധനങ്ങൾ എടുത്ത് ദേഷ്യത്തോട് പുറത്തേക്ക് നടന്നു. പക്ഷെ അനന്യ തന്നെ നോക്കുന്നത് അഭിനവ് കണ്ടിരുന്നുവെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവനും പുഞ്ചിരിച്ചുകൊണ്ട് അനന്യയുടെ പിന്നാലെ പോയി. അവൻ പുറത്തെത്തിയപ്പോൾ അവൾ അവനെ വിളിച്ചു. താനൊരു കാര്യം ചെയ്യ്, തൻ്റെ ആ ഉള്ളിക്കോട്ടയെ കയറി അങ്ങ് പോര്. ഞാൻ എൻ്റെ കാറിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഈ ഉന്തുവണ്ടിയിൽ വരുന്നതൊക്കെ കൊള്ളാം. പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോണം, വഴി കിടക്കരുത്. അതും പറഞ്ഞ അനന്യ വേഗം തന്നെ കാറിൽ കയറി രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചു. അഭിനവും തന്റെ കാറെടുത്ത് അവളുടെ പിന്നാലെ പോയി. അവൻ കാർ വളരെ പതുക്കെയാണ് ഓടിച്ചത്. സമയമെടുത്ത് അങ്ങോട്ട് എത്തിയാൽ മതിയെന്ന് അവൻ ചിന്തിച്ചു. അവൻ കുറച്ചുനേരം തനിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. താൻ ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. അനന്യ സ്വമനസ്സാലെ സമ്മതിക്കുമെന്ന് കരുതിയാണ് അവൻ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നടക്കുന്നത്. വൈകി പോയിരിക്കുന്നു. ഇനിയിപ്പോൾ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നുപോലും അഭിനവ് ചിന്തിച്ചു. പക്ഷെ അതും അവന് കഴിയില്ല. MK ഗ്രൂപ്പ് എന്ന വലിയ ഉത്തരവാദിത്വം തലയിലുണ്ട്. താൻ ആരാണെന്ന് അനന്യോടെങ്കിലും പറഞ്ഞാലോ എന്നവൻ ആലോചിച്ചു. പക്ഷേ ഈ അവസ്ഥയിൽ ഒരിക്കലും അവൾ തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാം കൂടി ആലോചിച്ച് അഭിനവന്റെ മനസ്സ് അസ്വസ്ഥമായി. അനന്യ തന്റെ കാർ രജിസ്റ്റർ ഓഫീസിന് പുറത്തു നിർത്തി. അഭിനവും തന്റെ കാർ അവളുടെ കാറിന്റെ അരികിൽ നിർത്തി. ഇരുവരും അകത്തേക്ക് നടന്നു. കുറച്ച് ഔപചാരികതകൾക്ക് ശേഷം രജിസ്ട്രാർ അവരെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ ഒപ്പിടൂ എന്ന് പറഞ്ഞ് പേന അയാൾ രണ്ടുപേരുടെ നേരെ നീട്ടി. അനന്യയും അഭിനവും പരസ്പരം നോക്കി. ഇരുവർക്കും ഒപ്പിടാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ രണ്ടുപേരും നിസ്സഹായരായിരുന്നു. രജിസ്ട്രാർ പറഞ്ഞതനുസരിച്ച് ഒപ്പിടുകയല്ലാതെ അവർക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അനന്യ അഭിനവനെ നോക്കി. അവൻ അവളെ നോക്കാതെ തലയും താഴ്ത്തി നിന്നു. അനന്യ പേനെടുത്ത് ഒപ്പിട്ടു. ശേഷം അഭിയും രജിസ്ട്രാർ പറഞ്ഞെടുത്ത് ഒപ്പിട്ടു. രണ്ടുപേരുടെ മുഖത്ത് നിസ്സംഗ ഭാവമായിരുന്നു. അനന്യ അതിനുശേഷം പുറത്തേക്കിറങ്ങി. അഭിനവ് അല്പനേരം കഴിഞ്ഞാണ് പുറത്തേക്കിറങ്ങിയത്. അവൻ പുറത്തു വന്നപ്പോൾ കയ്യിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അനന്യ ആ സർട്ടിഫിക്കറ്റിലേക്കൊന്ന് നോക്കിയത് പോലുമില്ല. അവൾ അഭിനവിനെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ തന്റെ കാർ എടുത്തു പോയി. അഭിനവ് ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കി നിന്നു. അപ്പോഴാണ് അവന് റീയൂണിയന്റെ കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ തന്നെ താൻ വൈകിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. പക്ഷെ അവൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് കല്യാണത്തിന് അനന്യ എടുത്തു കൊടുത്ത സ്യൂട്ടാണ്. അത് ചേഞ്ച് ചെയ്തു പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അതേ വസ്ത്രത്തിൽ റീയൂണിയനിൽ പങ്കെടുക്കാനായി പോയി. അഭിനവ് ഹോട്ടലിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ഹരീഷ് യാമിനി എന്നൊരു പെൺകുട്ടിയോടൊപ്പം പുറത്തേക്ക് വരുന്നത് കണ്ടു. യാമിനി ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. അഭിനവിനെ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവൾക്ക് പുച്ഛമായിരുന്നു. അവരെ കളിയാക്കുന്നതിലാണ് അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഹരീഷുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് യാമിനി അഭിനവിനെ കാണുന്നത്. അവനെ കണ്ട ഉടനെ അവളുടെ കണ്ണുകൾ തിളങ്ങി. മൈ ഗോഡ്, ആരായി വരുന്നത് നോക്കിയേ. എന്താ ഹരീഷ നമ്മൾ കാണുന്നത്? യാമിനി അഭിനവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഭിനവിനെ കണ്ടതും ഹരീഷ തന്റെ കവിളിൽ അറിയാതെ കൈവച്ചുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി അവനെ ഒതുക്കാൻ ഇവിടെ വെച്ച് തനിക്ക് ധാരാളം അവസരം കിട്ടുമെന്ന് ഹരീഷ് ചിന്തിച്ചു. ഇത്തവണ അവനെ വിടുന്ന് പോകുമ്പോൾ നാണം കെട്ടിട്ട് വേണം പോവാൻ, ഹരീഷ് മനസ്സിൽ പറഞ്ഞു. അയ്യോ, എവിടുന്ന് വാടകയ്ക്കെടുത്ത കോട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ സാറ് വരുന്നത്. എന്നാലും നീ വന്നല്ലോടാ, സന്തോഷമായി എനിക്ക്. ഞാൻ വിചാരിച്ച നീ വരില്ലെന്നാ. പാഴ്സൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ സമയമുണ്ടാവോ? ഹരീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത്, ഇവൻ ഡെലിവറി ബോയ് ആണോ? യാമിനി അത്ഭുതത്തോടെ ചോദിച്ചു. ഹാ, പിന്നല്ലാതെ. അതൊന്നും നിനക്കറിയില്ലായിരുന്നോ? ഹരീഷ് ചോദിച്ചു. ഇല്ലടാ, ഞാൻ അമേരിക്കയിലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ നാട്ടിലേക്ക് വന്നത്. എനിക്കെങ്ങനെ അറിയാനാ? അപ്പൊ അഭിനവ് ഈ ഡ്രസ്സൊക്കെ വാടകയ്ക്കെടുത്ത് നിന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് നീ വന്നിരിക്കുന്നത്? യാമിനിയുടെ ശബ്ദത്തിൽ ഒരു കളിയാക്കലുണ്ടായിരുന്നു. ഇല്ല, ഞാനിപ്പോ ഡെലിവറി ബോയ് അല്ല, ഓഫീസ് ജോലിയാണ്. അവരോട് കൂടുതലൊന്നും പറയാൻ അഭി ആഗ്രഹിച്ചില്ല. ഇത് കേട്ടതും ഹരീഷ് ഉറക്കെ ചിരിച്ചു. ഇവൻ ഓഫീസ് ജോലി എങ്ങനെ കിട്ടിയെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു പാവം പണക്കാരി പെൺകുട്ടിയെ ഉടായ്പ് കാണിച്ച് കെട്ടി. ആ പാവം പെണ്ണിന്റെ ഓഫീസിലാവും ഇപ്പൊ ഇവന് ജോലി ചെയ്യുന്നത്. ഹരീഷ് പറഞ്ഞത് കേട്ട് യാമിനി ചിരിച്ചു. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. ഇതേ സമയത്ത് 50-നോടടുത്ത് പ്രായമുള്ള ബലിഷ്ഠനായ ആ മനുഷ്യൻ കയ്യിലൊരു സിഗാർ പിടിച്ച് തന്റെ ഓഫീസ് മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പുറത്ത് അയാളുടെ ഗുണ്ടകൾ ഒരാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കരച്ചിൽ അവിടെ ആകെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ആസ്വദിച്ചുകൊണ്ട് അയാൾ തന്റെ ചെയറിൽ ചാഞ്ഞിരുന്നു. അപ്പോഴേക്കും അയാളുടെ സെക്രട്ടറി അങ്ങോട്ട് വന്നു. ടൈഗറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. ഇയാൾക്കൊന്നും അറിയില്ല സാർ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സെക്രട്ടറി ഭയത്തോടെ മറുപടി പറഞ്ഞു. കുറച്ചായാലോ നിങ്ങളുടെ അന്വേഷണം, എന്തെങ്കിലും നടക്കുവോ? അയാളുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. സെക്രട്ടറി ഒന്നും മിണ്ടിയില്ല. ദിസ് ഈസ് ബാഡ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കവന്റെ എല്ലാ വിവരങ്ങളും വേണം.
അവനെ കിട്ടിയെന്ന് പറയാനല്ലാതെ ഇനി എന്റെ മുന്നിൽ വരരുത്. ഇത്രയും പറഞ്ഞ ആ മനുഷ്യൻ സിഗാറിൽ നിന്നൊരു കവിള് വലിച്ചെടുത്ത് ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. യാമിനിയും ഹരീഷും ചേർന്ന് അഭിനവിനെ പല രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവരും അവരുടെ കൂടെ ചേർന്നപ്പോൾ അഭിനവ് ആകെ അസ്വസ്ഥനായി. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാനായി വന്നതാണ്. പക്ഷെ ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അനന്യയുടെ ഫാമിലി അറിയും. താൻ കാരണം അവർക്കിനിയും ഒരു അപമാനം ഉണ്ടാവാൻ അവൻ ആഗ്രഹിച്ചില്ല. എൻ്റെ ഫാമിലി മാറ്റേഴ്സ് ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അത്തരത്തിലുള്ള ലൂസ് ടോക്സ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അഭിനവ് പറഞ്ഞു. പിന്നെ നിന്റെ കുടുംബകാര്യം ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? കണ്ടപ്പ ചോദിച്ചു എന്ന് മാത്രം. നീ വായാമിനി, അവിടെ കാർത്തിക് വന്നിട്ടുണ്ട്, നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അഭിനവ് അത് കേട്ട ഉടനെ തിരിഞ്ഞു നോക്കി. കാർത്തിക് യാമിനിയെയും ഹരീഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് കുറച്ചകലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ അഭിനവിനെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. കാർത്തിക് പണ്ട് മുതൽ തന്നെ കോളേജിലെ എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാപാത്രമായിരുന്നു. ധനികനായ അച്ഛൻ, സുന്ദരനായ ഏകമകൻ. വെറും സൗഹൃദത്തിന് വേണ്ടി പോലും പെൺകുട്ടികൾ അവന്റെ പുറകെ കൂടുമായിരുന്നു. ഹായ് ഓൾ, കാർത്തിക് എല്ലാവരെ നോക്കി ആവേശത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ അവനെതിരെ നിൽക്കുന്ന അഭിനവിൽ പതിഞ്ഞത്. നീയോ? നിന്നെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, കാർത്തിക് അഭിനവിനെ നോക്കി പറഞ്ഞു. അവന്റെ മുഖത്തെ പുച്ഛം അഭി തിരിച്ചറിഞ്ഞു. ഹലോ കാർത്തിക്, അഭിനവ് പുഞ്ചിരിയോടെ തന്നെ അവന് വിഷ് ചെയ്തു. എങ്കിൽ പാട്ട് തുടങ്ങാം, ഹരീഷ് ഇടയിൽ കയറി പറഞ്ഞു. വൈകാതെ എല്ലാവരും ഒരു വലിയ ഹാളിലെത്തി. പ്രോഗ്രാം കോർഡിനേറ്ററായ ഗിരീഷ് വന്നവരെല്ലാം സ്വാഗതം ചെയ്യാനായി വേഗം സ്റ്റേജിലേക്ക് കയറി. എല്ലാവർക്കും നമസ്കാരം. കുറച്ചു കാലത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളിൽ ചിലരുടെ ലക്ഷ്യം. ഏറെക്കുറെ നമുക്കതിന് സാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് കാർത്തിക്കിനോടാണ്. നമുക്കെല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക്കാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കോളേജ് റീയൂണിയനിലേക്ക് സ്വാഗതം. ഗിരീഷ് പറഞ്ഞു നിർത്തിയതും എല്ലാവരും കൈയടിച്ചു. കാർത്തിക്കിന്റെ മുഖത്ത് അപ്പോൾ അഭിമാനമായിരുന്നു. ഗിരീഷ് പറഞ്ഞത് ശരിയാ, കാർത്തിക് കാരണമാണ് നമുക്കെല്ലാവർക്കും ഇന്നിവിടെ കൂടാൻ പറ്റിയത്. ഇത്രയും വലിയ ഹോട്ടലിൽ പ്രോഗ്രാം നടത്താൻ പറ്റിയതൊക്കെ കാർത്തിക്കിന്റെ ഇൻഫ്ലുവൻസ് വെച്ചാണ്. ആൻഡ് ഹീ ഈസ് പേയിങ് ഫോർ ഓൾ ഓഫ് us. കാർത്തിക്, നിനക്കിതിന് ഒരുപാട് രൂപ ചെലവായി കാണും അല്ലേ? യാമിനി കൊഞ്ചിക്കൊണ്ട് കാർത്തികിനോട് ചോദിച്ചു. ഇത് കേട്ടതും കാർത്തികിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കാർത്തിക് അവിടെ നിന്ന് എഴുന്നേറ്റ് യാമിനിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. യാമിനി അവൻ പറയുന്നത് കേട്ട് നാണിച്ച് ചിരിച്ചു. അഭിനവും അവിടെ ഒരു സീറ്റിൽ വന്നിരുന്നു. അവന്റെ അടുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ നേരത്തെ പരിചയമുണ്ടെങ്കിലും പേരെത്ര ആലോചിച്ചിട്ടും അവന് ഓർമ്മ കിട്ടിയിരുന്നില്ല. അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി യാമിനിയുടെ അടുത്തേക്ക് വന്നു. നീ ഒരു വേൾഡ് ടൂർ പോയെന്നൊക്കെ കേട്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ആ പെൺകുട്ടി യാമിനിയോട് ചോദിച്ചു. അത് കേട്ടതും യാമിനിയുടെ അഹങ്കാരം ഒന്നുകൂടെ വർദ്ധിച്ചു. യാ നീ പറഞ്ഞതുപോലെ ചെറിയൊരു ടൂർ കഴിഞ്ഞ് വന്നതേയുള്ളൂ, അധികമൊന്നുമില്ല, വെറും 10 കൺട്രീസ്. എല്ലായിടത്തും ചുമ്മാ ഒന്ന് കറങ്ങി. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പാരീസിലേക്ക് പോകണം. യു നോ, ഐ എം വെരി ബിസി, യാമിനി അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നാ പിന്നെ ഇത്തവണ ഞാനും നിന്റെ കൂടെ വരാം. എനിക്കാണെങ്കിൽ ഈ കേരളത്തിലെ ഇട്ടാവട്ടത്ത് കിടന്ന് മടുത്തു, ഹരീഷ് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിച്ചു. മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും യാമിനിയുടെ കണ്ണുകൾ കാർത്തിക്കിലായിരുന്നു. കാർത്തിക്, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവൾ വളരെ ഭവ്യതയോടെ കാർത്തിക്കിനോട് ചോദിച്ചു. സ്വന്തം കമ്പനി തന്നെ, ചില ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെ വർക്കിലാ. ബൈ ദ വേ, നമുക്ക് ഫുഡ് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവരെടുത്തു വയ്ക്കും. വെറുതെ വൈകണ്ടല്ലോ. പിന്നെ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ. ഡോണ്ട് വറി അബൌട്ട് ദ ബിൽസ്, കാർത്തിക് എല്ലാവരും നോക്കി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അഭിനവിന് ചിരി വന്നു. അവൻ ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അഭിനവിന് മനസ്സിലായി. നിന്റെയൊക്കെ യോഗ വളിയാ, അച്ഛൻ്റെ ഏതെങ്കിലും ഒരു കമ്പനി നോക്കി നടത്തിയാൽ തന്നെ നിനക്ക് ആവശ്യത്തിന് സമ്പാദിക്കാം. നമ്മുടെ അവസ്ഥ നോക്ക്, സ്വന്തമായി ഓരോന്ന് വളർത്തി ഉണ്ടാക്കണം. ഡേവിഡ് എന്നൊരു പയ്യൻ കാർത്തികിനെ നോക്കി അസൂയയോടെ പറഞ്ഞു. നിങ്ങൾക്കറിയോ, രാജ്യത്തെ റിച്ച് ബിസിനസ്മാരുടെ ലിസ്റ്റിൽ ഇപ്പോൾ കാർത്തികിന്റെ അച്ഛൻ്റെ പേരും ചേർത്തിട്ടുണ്ട്. മറ്റൊരാൾ കാർത്തികിനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.